അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മാങ്ങ അച്ചാറിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാങ്ങ ഫ്രൈ ചെയ്താണ് അച്ചാറിടുന്നത്. ഞാൻ ഇതിന് മുമ്പേ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്ത് അച്ചാറായിട്ട്. ഇത് നമുക്ക് അച്ചാർ ആണെങ്കിലും ഇത് ഡ്രൈ ആയിരിക്കുന്ന അച്ചാറാണ് ഞാൻ ഇടാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ അച്ചാർ ഇടുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ 600 ഗ്രാം മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി ഒന്ന് കട്ടിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ ഇത്രയും കട്ടിക്കിരിക്കട്ടെ, എങ്കിലേ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ ഇച്ചിരി വിളഞ്ഞതാണ് കണ്ടോ, വിളഞ്ഞെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് അതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്താൽ മതി. ഇച്ചിരി ഒന്ന് കനത്തി കട്ട് ചെയ്തെടുത്താലേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് മാങ്ങയിലൊന്ന് പിടിച്ചിരിക്കട്ടെ. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കാശ്മീർ മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-25 മുളക് വരും ഇട്ട് കൊടുക്കുന്നത്. എരിവില്ലാത്തതാണല്ലോ, നമുക്കത് കുഴപ്പമില്ല. നല്ല കളർ കിട്ടും ഈ മുളകിന്. ഒന്ന് ഫ്രൈ ആയി വന്ന് വരട്ടെ. മുളക് ഇതുപോലെ വറുത്ത് നമ്മൾ അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലാതെ നിങ്ങൾക്കിടാം. മുളകെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ മാങ്ങ കുറേശ്ശെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതി. ഈ രീതിയിൽ നമ്മൾ ചെയ്ത 1-2 വർഷം വരെ വേണമെങ്കിൽ നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പറഞ്ഞ എല്ലാ വെള്ളത്തിന്റെ ഇതെല്ലാം ഒന്ന് മാറുന്നല്ലേ. അതുകൊണ്ട് ഇതുപോലെ ഇട്ട് വെച്ചാൽ കുറെ നാളിരിക്കും. നമ്മുടെ മക്കൾക്കെല്ലാം ഗൾഫിലൊക്കെ കൊടുത്തയക്കാം ഈ രീതിയിൽ ഇട്ടാല്. ഇതുപോലെ ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. കണ്ടോ, മൊത്തം ഒന്ന് കോരിയെടുക്കാം. ഇനി കുറച്ചുകൂടെ ഇടാം. 3-4 തവണയായിട്ട് ഇട്ടാൽ മതി കേട്ടോ. കുറേശ്ശെ ഇട്ടാലേ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുള്ളൂ. ഇതും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. കണ്ടോ, മാങ്ങ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തീയൊന്നും കത്തിച്ചിട്ടില്ല, നമുക്ക് പിന്നെ എടുത്ത് തീ കത്തിച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവുള്ള മുളക് പൊടി പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണിത്, അതുകൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇതൊന്ന് ചെറിയ നല്ല മീഡിയം തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന്
ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കറിവേപ്പിലയും മുളകും വറുത്ത് വെച്ചിരുന്നില്ലേ, അത് നമുക്കിതാ പൊടിച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. മസാലയൊക്കെ നല്ല ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. മാങ്ങ ഫ്രൈ ആക്കി വെച്ച ആ എണ്ണ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഇതാ മാങ്ങ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കെല്ലാം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതിന്റെ ലിങ്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. താങ്ക് യു.